ദൈവത്തിൻ്റെ ജനം യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മാലാഖി പ്രവചനത്തിൽ നമ്മൾ പഠിക്കുന്നത് യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തിനെക്കുറിച്ച് ഓർമ്മ വേണം? കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് ഓർമ്മ വേണം. അപ്പോൾ കർത്താവിൻ്റെ നാമത്തെ രണ്ടുപേര് കൂടി സംസാരിക്കുമ്പോൾ സംസാരം അങ്ങോട്ട് കടന്നു പോകും. എന്നാൽ അതിൽ ദൈവനാമത്തെ ഭയപ്പെട്ടിട്ട് സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് വചനം നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് യഹോവയുടെ വീര്യപ്രവൃത്തികളെ മാത്രം ഞാൻ വർണ്ണിക്കും. വീര്യപ്രവൃത്തികൾ പലതും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്തേ സംസാരിക്കൂ? യഹോവയുടെ പ്രവൃത്തികളെ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുത പ്രവൃത്തി വേറെ നടക്കും. ഫറവൻ്റെ മുമ്പാകെ അത്ഭുത പ്രവൃത്തി നടന്നു. മോശ തൻ്റെ വടി നിലത്തിട്ടു, അത് പാമ്പായി തീർന്നു. ഉടനെ തന്നെ ഫറവൻ വിളിച്ചു, ഇത്രയുള്ള കാര്യം ഞാൻ കാണിച്ചു തരാമല്ലോ. മന്ത്രവാദികളെ വിളിച്ചു. മന്ത്രവാദികളും അതേപോലെ വടി താഴ്ത്തിട്ടു, എന്തായി തീർന്നു? പാമ്പായി തീർന്നു. നമ്മൾ ഏതേ പറയാവുള്ളൂ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കീർത്തിക്കുന്ന ഏതേ കീർത്തിക്കാവൂ? മോശ ആ വടി നിലത്തിട്ടത് മാത്രമേ നമ്മുടെ വായ കൊണ്ട് കീർത്തിച്ച് പറയാവൂ. കാരണം ഇത് മാത്രമാണ് നിലനിൽക്കുന്നത്. സംഭവിച്ചത് മോശ വടി നിലത്തിട്ടപ്പോൾ പാമ്പായത്, മന്ത്രവാദികൾ നിലത്തിട്ടപ്പോൾ പാമ്പായി തന്ന പാമ്പുകൾ എന്ത് ചെയ്തു? അറിയാൻ പാടില്ല, അതിനാ വിഴുങ്ങി. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? 1, 2, 3, 4, 5 അത്ഭുതങ്ങൾ അതുപോലെ ചെയ്തു. അവസാനം ഒരത്ഭുതം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, ഫറവോനോട് വന്ന് പറഞ്ഞ്, ഇത് ദൈവത്തിൻ്റെ വിരലാണ്, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നമ്മൾ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്, മറ്റത് പരിധിയില്ല. ദൈവത്തിൻ്റെ വിരലെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ കർത്താവിൻ്റെ ജനത്തിന് പ്രവർത്തിക്കാനുള്ളതും പറയാനുള്ളതും ദൈവത്തിൻ്റെ മഹാപ്രവൃത്തികളാണ്. അത് നിലനിൽക്കുന്നതാണ്, അത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല. മന്ത്രവാദികളുടെ അത്ഭുതങ്ങൾ നിലനിന്നില്ല, ലോകത്തിൽ കാണുന്ന അത്ഭുതങ്ങൾ നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ യശയാപ്രവചനത്തിൽ വായിക്കുന്നത്, നിൻ്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ടും നീ ശീലിച്ചു വന്ന ആഭിചാരം കൊണ്ടും തൽക്കാലം നിന്ന് കൊള്ളുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? തൽക്കാലം നിൽക്കാൻ സാധിക്കും, പക്ഷെ നിലനിൽക്കില്ല. എന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തിയോ എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ പ്രവൃത്തി എന്നേക്കും നിലനിൽക്കും, അതിന് മാറ്റമില്ല. ആ പ്രവൃത്തിയാണ് നമ്മൾ കീർത്തിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് നാം സംസാരിക്കേണ്ടത്. അതുകൊണ്ട് ദൈവഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അപ്പോൾ കർത്താവ് ചെവി ചായ്ക്കും, പുസ്തകം എടുക്കും. ഏത് പുസ്തകം? സ്മരണയുടെ പുസ്തകം. പേനയെടുക്കും, പുസ്തകം എടുക്കും, ചെവി ചായ്ക്കും. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾ ദൈവനാമത്തെ ഭയപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? കുറിച്ചു വയ്ക്കും. അവൻ സംസാരിച്ചപ്പോൾ എന്ത് ചെയ്തു? കുറിച്ചു വെച്ചു. അതായത് സത്യം, കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെട്ടിട്ടാണോ സംസാരിച്ചത്? അതാണ് 12ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്താണ്? ഹോവേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യത്വന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കും. എന്തു ചെയ്യും? കർത്താവ് പുസ്തകം എടുത്തതാ, ഒരാൾ മറ്റൊരാളോട് പറയുന്നത് എന്താ? നുണയോ? ഇതുപോലെ ദൈവം വെറുക്കുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഹൃദയപൂർവ്വം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുയേശു എന്ന തലയോളം വളരുവാൻ ഇടയായിത്തീരുന്നു. 4-ാം അധ്യായത്തിൻ്റെ എഫേസ്യ ലേഖനം
4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ആ ആ എങ്ങനെ സംസാരിക്കണം? സ്നേഹത്തിൽ. ഏത് സ്നേഹത്തിൽ? സഹോദര സ്നേഹത്തിൽ. ഒരു സഹോദരൻ കണ്ടു കഴിഞ്ഞാൽ വേറൊരു സഹോദരനോട് സംസാരിക്കുമ്പോൾ എങ്ങനെ വേണം? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ മട്ടാടിയായി തീരും. തമ്മിൽ രണ്ട് രക്ഷിക്കപ്പെട്ട സഹോദരങ്ങൾ തമ്മിൽ സത്യം സംസാരിക്കുമ്പോൾ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വളർന്നുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ചാൽ അതിനെന്താ, അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും പറയാതെ വിശദീകരിക്കാൻ സമയമില്ല. ഏതെങ്കിലും ഒരാൾ സഹോദരന്മാർ തമ്മിൽ കാണുമ്പോൾ നുണ പറഞ്ഞെന്നിരിക്കട്ടെ, അപ്പോൾ തീരുമാനിച്ചാൽ മതി ഈ മനുഷ്യൻ്റെ വളർച്ച നിന്നു. വളർച്ച നിന്നവനെ കൂട്ടുകാരനോട് വ്യാജം പറയുമോ? പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടല്ലോ സങ്കീർത്തനം, 15-ാം സങ്കീർത്തനം. 15-ാം സങ്കീർത്തനം അറിയാൻ പാടില്ലാത്തവരില്ല. എന്താണെന്നറിയാമോ? ഒരു ചോദ്യമാണ്, വെല്ലുവിളിയാണ്. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവിടെ പ്രശ്നം തന്നെ. യഹോവയുടെ പർവ്വതത്തിലേക്ക് അങ്ങ് കയറിയ പ്രശ്നം. ഇവിടെ നമ്മൾ ചോദിക്കും, ഓരോ ഗ്രഹങ്ങളിൽ പോയ ചരിത്രം പറയുക, സ്കൂളിൽ പഠിപ്പിക്കുക ടീച്ചർ. അപ്പോൾ ചന്ദ്രനിൽ പോയി, ചൊവ്വയിൽ വിട്ടു, അപ്പോൾ വേറൊരു ഗ്രഹത്തിൽ പെട്ടകം വിട്ടു, ഇങ്ങനെ എല്ലാം പറയാം. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ഇതെല്ലാം ശരിയാ, പക്ഷേ എന്താ ടീച്ചറെ സൂര്യനിലേക്ക് വിടാതെ? ഈ സൂര്യനിലേക്ക് ഒരു കാര്യം പോകാത്ത എന്താ? അപ്പോൾ ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എത്രയോ ഒരു കണക്ക് പറഞ്ഞു, 10 ലക്ഷം ആണെന്ന് തോന്നുന്നു, ഇത്ര ലക്ഷം കിലോമീറ്റർ ചെല്ലുന്നതിന് മുമ്പ് ഏത് പേടകമായാലും എത്ര വജ്രമായാലും കടുപ്പമുള്ള ലോകമായാലും അവിടെ ചെല്ലുന്നതിന് മുമ്പ് കത്തിപ്പോവും. കാരണം അതുപോലെയുള്ള ചൂടാണവിടെ സൂര്യനിൽ. ഇതുപോലൊരു സൂര്യനാ ഇവിടെ ആര്? ഉറക്കെ പറ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാവുന്നു. സങ്കീർത്തനം ഓർത്തോളണം. ഇത് ഭൗതിക സൂര്യൻ. 18 ലക്ഷം കിലോമീറ്റർ മുമ്പ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നീ ഉരുക്കുകൊണ്ടോ വജ്രം കൊണ്ടോ ഏത് തരത്തിലുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് അവിടെ ചെല്ലുന്നതിന് മുമ്പ് കത്തിയില്ലാതെ പോകും. അത് ഈ ലോകത്തിൻ്റെ സൂര്യൻ. എന്നാൽ ഇത് ആത്മീയ സൂര്യനാണ്, നമ്മുടെ കർത്താവ്. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകും. അതിലേക്ക് അങ്ങോട്ട് പോവുക. അത് വസിക്കുന്ന എവിടെയാ? ആ ഉദയസൂര്യൻ നമ്മുടെ കർത്താവ് വസിക്കുന്ന എവിടെയാ? ഒരു കൂടാരത്തിലാണ് വസിക്കുന്നത്. ഈ കൂടാരം എവിടെയാ? ഈ വിശുദ്ധ പർവ്വതം. ഏത് പർവ്വതം? വിശുദ്ധ പർവ്വതം. ഒക്കെ പറ. സിയോൻ പർവ്വതത്തിലാണ്. സിയോൻ പർവ്വതം എവിടെയാ? അറിയാൻ പാടില്ല. യെരൂശലേമിലാണ്. യെരൂശലേമിന് നീളം എത്രയുണ്ട്? 1200 നാഴിക നീളം, വീതി 1200 നാഴിക. അപ്പോൾ ഒരു പട്ടണം, യെരൂശലേം പട്ടണം, ദൈവത്തിൻ്റെ പട്ടണം എന്ന് പറയുന്നതാണ് ഏത്? യെരൂശലേം. ഇതിൻ്റെ നടുക്കാണത് പർവ്വതം. ഈ പർവ്വതത്തിൻ്റെ മുകളിലാണ് എന്താ? കൂടാരം. ഈ കൂടാരത്തിലാണ് ആര് വസിക്കുന്നത്? യഹോവ വസിക്കുന്നത്. യഹോവ എന്ന് പറഞ്ഞാൽ ആരാ? സൂര്യനും പരിചയം. ഈ പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്താ? യെശയ്യാപ്രവചനം 31-ന്റെ ഏറ്റവും അവസാനത്തെ വാക്യം അങ്ങ് വായിച്ച്. യെശയ്യാപ്രവചനം 31-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം. എന്ന സിയോനിൽ തീയും യെരൂശലേമിൽ ചൂളയുമുള്ള പ്രധാന സ്വത്താണ്. ഇപ്പം നമ്മൾ കാര്യം പറഞ്ഞ് ദൈവം എവിടെ വസിക്കുന്നോ?
കൂടാരത്തിൽ വസിക്കുന്നു. കൂടാരം എവിടെ ആയിരിക്കുന്നു? പർവ്വതത്തിലായിരിക്കും. സിയോൻ പർവ്വതത്തിലായിരിക്കും. സിയോൻ പർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു? യെരുശലേം സ്ഥിതി ചെയ്യുന്നു. യെരുശലേമിൽ എന്താ ഉള്ളത്? സദാസമയം എന്താ? യെരുശലേമിൽ ചൂളയാണ്. സിയോനിലോ തീയാണ്. എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുക. ഇതിൽ വസിക്കുന്നത് ആരാ? യഹോവ ആരാ? സൂര്യനാണ്. എന്തായി പറഞ്ഞത്? എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? എന്തായിരിക്കും? മറന്നു പോകരുത്. ഇത് മറന്നു പോകരുത്. യെരുശലേമിൽ എന്താണ്? ചൂള. സിയോനില് തീ. പിന്നെ കൂടാരത്തിൽ വസിക്കുന്നവനാരാ? യഹോവ. അത് നീതി സൂര്യനാണ്. അതാണ് കർത്താവിൻ്റെ വചനം യെശയ്യാ 33 അധ്യായത്തിൽ ചോദിച്ചിരിക്കുന്നത്. യഹോവയുടെ കൂടാരത്തിൽ നിത്യദഹനങ്ങളുടെ അടുക്കൽ ആര് പാർക്കും? ആര് പാർക്കും? മുമ്പൊരു കണക്ക് പറഞ്ഞല്ലോ. ഒരു റോക്കറ്റ് ഉണ്ടാക്കി നേരെ സൂര്യനിലേക്ക് വിട്ട് കഴിഞ്ഞാൽ, ചന്ദ്രനിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ചെന്നിറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുവാവട്ടെ, റോക്കറ്റ് നേരെ സൂര്യനിലേക്ക് വിട്ടിരിക്കുന്നതെങ്കിൽ അവിടെ എത്തുന്നതിന് അനേക നാളുകൾ സമയത്തിന് മുമ്പേ, ദൂരത്തിന് മുമ്പേ അത് കത്തിപ്പോവും. അങ്ങനെ ഭൗതിക സൂര്യൻ അങ്ങനെയാണെങ്കിൽ ഈ സൂര്യൻ്റെ അടുത്തേക്ക് വിടുവാണെങ്കിൽ ഏത് കടന്നു പോകണം? ഒന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യം ഏത് കടന്നു? യെരുശലേമിന് 4 വശത്തും 12 ഗോപുരങ്ങളുണ്ട്. ആദ്യം ഗോപുരം കിടക്കണം. ഗോപുരം കിടന്ന എതിരേക്ക് കിടക്കുന്നത് യെരുശലേം പട്ടണമാണ്. അത് ചൂളയാണ്. ചൂള കഴിഞ്ഞാൽ പിന്നെ പർവ്വതത്തിലേക്ക് കിടക്കണേ. പർവ്വതത്തിലെന്താ? തീയാണ് കിടക്കണേ. തീ കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് കിടക്കുന്നത്? കൂടാരത്തിനകത്തേക്കാണ്. കൂടാരത്തിനകത്ത് ആരാ? നീതി സൂര്യനായ കർത്താവാണ്. ആർക്കവിടെ ചെല്ലാൻ പറ്റും? ആർക്കവിടെ ചെല്ലാൻ പറ്റും? അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തീ തന്നെ ശോധന ചെയ്യുമെന്നാണ്. ഓരോരുത്തൻ്റെ പ്രവൃത്തി തീ തന്നെ ശോധന ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. നിങ്ങൾക്കൊരു അപൂർവ കാര്യം വന്ന് അഗ്നിശോധനയിൽ കൂടി കടത്തുക. പരീക്ഷയിൽ ഒരു അഗ്നിശോധനയിൽ കൂടി കടത്തുക. എന്തിനു വേണ്ടി? എന്താണെന്നറിയോ? കർത്താവിന് കണ്ട് രസിക്കാനല്ല. പിന്നെന്താ? ആ തീയുടെ ആ യെരുശലേമിൽ കൂടി കടന്നു പോകേണ്ടതാണ്. നമ്മൾ ചെല്ലുമ്പോൾ, കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏതിൽ കൂടി കിടക്കണം? ഗോപുരങ്ങളിൽ കൂടി കിടക്കണം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം. അന്ന് എടുത്തൊക്കെ സമയം പോകും. എനിക്ക് 12 വയ്ക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ദാസനോട് ശുശ്രൂഷ കൊടുക്കേണ്ടതാണ്. നമുക്ക് കർത്താവിൻ്റെ ദാസനോട് ദൂത് കേൾക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം എന്താ കിടക്കണം? ഗോപുരങ്ങൾ കൂടി അകത്ത് കിടക്കണം. അതിന് ചില വ്യവസ്ഥകളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വസ്ത്രം അലക്കണം. എന്തിലലക്കണം? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കണം. അലക്കി എടുത്തത് മാത്രമേ അതിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഏതിൽ കൂടി? ഗോപുരത്തിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. അടുത്ത് കാണുന്നത് എന്താ? ചൂളയിൽ കൂടി നടന്നങ്ങ് പോവാ. പക്ഷേ ഇവനൊന്നും പറ്റുന്നില്ലല്ലോ, ഇവനൊരു കുഴപ്പമില്ലല്ലോ, പോവുക. അടുത്ത എങ്ങോട്ട് കയറാൻ പോവാ? പർവ്വതത്തിലേക്ക് കിടക്കുക. പർവ്വതത്തിലെന്താ? തീയാ. ചേട്ടാ ഇവനൊന്നും പറ്റുന്നില്ലല്ലോ, ഇവനൊന്നും പറ്റില്ല. ഇത് കണ്ടുകൊണ്ടാണ് 87-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ സോര, സിയോൻ, രാഹാബ് എന്നിവരെയും കണ്ടു. അവിടെ ചെന്നപ്പോൾ തീ നിൽക്കുന്നു. ഗോപുരത്തിൽ കൂടി ഈ ചൂളയിൽ കൂടി നടന്നു ചെന്ന് തീയിൽ പർവ്വതത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ ആരെയാ നിൽക്കുന്നത്? രാഹാബാര വേശ്യ. എവിടെ? യെരിഹോ പട്ടണത്തിൽ വേശ്യയായിട്ട് എടുത്തു. നീ എങ്ങനെ ഇവിടെ വന്ന്? യോഗ്യത ഉണ്ടായിട്ടല്ല. നീ നിൽക്കുന്ന തീയിൽ വരാൻ തക്കവണ്ണം ഉടയവൻ്റെ കരം എന്നെ സഹായിച്ചു. നടന്നു പോയി ഇതെല്ലാം തരണം ചെയ്യണം. ആരും ഇതിൽ നിന്ന് ഒഴിവല്ല. നമുക്കിവിടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പല വിഭാഗീയതകളും നമുക്ക് പറ്റും. സൂത്രങ്ങൾ പറ്റും.
അതിന് എഴുതിക്കൊണ്ട് കൈക്കൂലി പറ്റും. അവിടെ ഇതൊന്നുമില്ല. ഈ ഒരു കാര്യവും നടക്കില്ല. നീ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെയും ബോധിപ്പിക്കേണ്ട, നീ എഴുതി കൂടി ഇങ്ങ് കടന്നു വാ. എന്താ നീ ആ ഗോപുരത്തിൽ കൂടി ഇങ്ങ് കിടക്ക്. വസ്ത്രം അലക്കിയിട്ടുണ്ടെങ്കിൽ ഗോപുരത്തിൽ ആൾ കടത്തി വിടും. അവിടെ ആൾ നിൽക്കുന്നുണ്ട്, ദൂതന്മാരവിടെയുണ്ട്. ഗോപുരത്തിൽ കൂടെ കിടക്കണമെങ്കിൽ തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാരാ. ഗോപുരത്തിൽ കൂടി കിടക്കണമെങ്കിൽ ഈ വസ്ത്രം അലക്കണം. അത് കഴിഞ്ഞ് തീച്ചൂളയിൽ കൂടി കടന്നു വരിക യെരൂശലേമിൽ കൂടി. ഒന്നും സംഭവിക്കുന്നില്ല. അടുത്തത് നിത്യദഹനങ്ങൾ. പർവ്വതത്തിലേക്ക് കിടന്നു, ഒരു കുഴപ്പമില്ല. അടുത്ത ആണ് സ്വർഗാതിസ്വർഗത്തിൽ അഗ്നിജ്വാലകത്തുള്ള കണ്ണുള്ളവൻ. മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൻ. കണ്ണ് അഗ്നിജ്വാല. വായിൽ നിന്ന് ഇരുവായ്ത്തുള്ള വാൾ പുറപ്പെടുന്നു. കാല് വെള്ളോട്ടിന് സദൃശ്യമായിരിക്കുന്നവൻ. ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. അയ്യോ, ഇതെല്ലാം തരണം ചെയ്തു അവൻ്റെ അടുക്കിലേക്ക് വന്നു. വചനം പറയുന്നത് ആർക്ക് നിൽക്കാൻ കഴിയും? സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴേ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പഠിപ്പിക്കണ്ടേ? ഈ 15-ാം സങ്കീർത്തനം വായിച്ചില്ലേ? ഇന്ന് കർത്താദാസൻ വായിച്ച് അതിന് വിശദീകരണം പറഞ്ഞില്ലേ? അത് സിമ്പിളായിട്ട് ലഘുവായിട്ട്. മക്കളെ, നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ലോകത്തിലേക്കുള്ളതിനല്ല. ലോകത്തെ വിട്ട് സിയോൻ സഞ്ചാരികളാണെന്നാ. ഇവിടെ നിന്ന് വിട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വിട്ട് നമ്മൾ എവിടെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏത് കിടക്കണം? ഗോപുരം കിടക്കണം, ഗേറ്റ് കിടക്കണം. ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ചൂളയാണ്. അതൊരു പട്ടണമാണ്. അതിൻ്റെ നീളവും വീതിയും ഉയരം വരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പട്ടണത്തിൽ കൂടി പോകണം. പിന്നെ കാണുന്ന ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിൽ തീയാണ്. ചൂളയ്ക്കും തീക്കും വ്യത്യാസമുണ്ട്. അതിൻ്റെ പ്രകാരം അതെങ്ങനെ തരണം ചെയ്യുമെന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പർവ്വതത്തിൽ കൂടി കടന്നു ചെല്ലുമ്പോൾ കൂടാരമാണ്. ഈ കൂടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണം. അവിടെയാണ് നമ്മുടെ കർത്താവ് ഇരിക്കുന്നത്. അവിടെ ചെല്ലണം. യോഗ്യത ഉണ്ടെങ്കിൽ വചനം പറയുന്നത്, യേശു പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി അവൻ ഇരിപ്പാൻ വരം നൽകും. എങ്ങനെ? ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. കാരണം ഇവിടെ നിന്ന് കാൽവരിയിലെ യാഗം കഴിഞ്ഞതിന് ശേഷം 3-ാം ദിവസം അടക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ മറിയയെ കാണുന്നത്. മറിയോട് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ ഇടയ്ക്ക് കയറിപ്പോട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ട് പോയി? കയറിപ്പോയി. എങ്ങോട്ട് പോയി? ഇതുപോലെ തന്നെ ഏത് കടന്നു? ഗോപുരം കടന്നു. അപ്പം കയ്യിലൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? എല്ലാ മഹാപുരോഹിതന്മാരെയും പോലെ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു? ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തം. പാപപരിഹാര യാഗം കഴിഞ്ഞ രക്തവുമായിട്ടാണ് അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതെങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്? ഇത് അതിവിശുദ്ധ മന്ദിരം, ഭൂമിയിലുള്ള അതിവിശുദ്ധ മന്ദിരത്തിലേക്കല്ല പ്രവേശിക്കുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ഗോപുരം കടന്നു. തടസ്സം ചെയ്യാൻ ആരുമില്ല. വേറൊരു മനുഷ്യൻ കയറിയിട്ടില്ല. ഈ വഴിക്ക് പുറന്ന വഴിക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് വേറെ ആരെയും വന്നിട്ടുണ്ടോ? ആദാം മുതലുള്ള ഒരൊറ്റ മനുഷ്യൻ കയറിയിട്ടുണ്ടോ? കയറിയിട്ടില്ല. എന്നാൽ ഇവൻ ആദ്യമായിട്ട് കടന്നു. കയ്യിൽ എന്തുണ്ട്? പഴയ നിയമത്തിലുള്ള മഹാപുരോഹിതൻ്റെ കയ്യിൽ ആട്ടുകൊറ്റൻ്റെ രക്തമുണ്ട്. ഇവൻ്റെ കയ്യിൽ ഏത് രക്തമുണ്ട്? ഉറക്കെ പറ. സ്വന്തം രക്തം. സ്വന്തം രക്തം. അന്യൻ്റെ രക്തമല്ല, പാപമുള്ള രക്തമല്ല, സ്വന്തം രക്തം. അവൻ ഗോപുരം കടന്നു. യെരൂശലേമിൽ കൂടി പ്രവേശിച്ചു. പർവ്വതത്തിലേക്ക് കയറി. തടുക്കാൻ ആരുമില്ല, ഒരാളുമില്ല. ഇതാ കൂടാരത്തിലേക്ക് കടന്നു. ആരുമില്ല. ചെന്നു. കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത്
പെട്ടകത്തിൻ്റെ അടുക്കൽ ചെന്നു, കൃപാസനത്തിൽ ചെന്നു. അവിടെ നിന്ന് കോപം പൊങ്ങിക്കൊണ്ടിരിക്കുക. ആരോട് കോപം? മനുഷ്യവംശം ദൈവത്തോട് ചെയ്ത കോപത്തിനെതിരെ, പാപത്തിനെതിരെ ദൈവത്തിൻ്റെ കോപം പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ആ പുറപ്പെടുന്ന കൃപാസനത്തിൽ തൻ്റെ കയ്യിൽ കൊണ്ടുപോയ രക്തം എന്ത് ചെയ്തു? ഒന്ന് പുറക്കെ പറഞ്ഞു, വിടുതലാത് വിടഞ്ഞ തളിച്ചു. കുറ്റമുള്ള ചൊരിയേണ്ട രക്തമല്ല, കുറ്റമുള്ള രക്തമല്ല, പിന്നെയോ ചൊരിയരുതാത്തത്, നിഷ്കളങ്കം, നിർമ്മലം. 40 സങ്കീർത്തനം പറയുന്നത്, സഹോദരൻ ശൗകുടി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല. അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ബാക്കിയൊരു വാക്യോടെ എഴുതിയിട്ടുണ്ട്, അതറിയാം. അത് ഒരു നാളും സാധിക്കില്ല. ഒരു മനുഷ്യൻ്റെ പ്രാണനെ വീണ്ടെടുക്കാൻ ഒരു നാളും സാധിക്കില്ല. കാരണം എന്ത് വില കൊടുക്കണം? എനിക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്, അതങ്ങ് വിറ്റ് പൈസ കൊടുത്താലോ? അംബാനി തീരുമാനിക്കുക, പൈസയുണ്ട്, 2 ലക്ഷം കോടി രൂപ കൊടുത്താലോ? ഈ ഭൂമി മുഴുവനും വിറ്റ് കഴിഞ്ഞാൽ അതിന് തുല്യമാവില്ല. പ്രാണൻ്റെ വീണ്ടെടുപ്പിന് വില മതിക്കാൻ സാധിക്കില്ല. എന്നാൽ ലോകത്ത് മനുഷ്യവംശം മുഴുവനും, അവൻ്റെ സകല മനുഷ്യവംശത്തിൻ്റെയും പ്രാണങ്ങളെ വീണ്ടെടുപ്പാനുള്ള വിലയാണ് ഈ കയ്യിലിരിക്കുന്നത്. എന്താണത്? സ്വന്തം രക്തം. അവൻ കൂടാരത്തിലേക്ക് പ്രവേശിച്ചു. ആ കൃപാസനത്തിൽ സ്വന്തം രക്തം തളിച്ചു. ചൊരിയരുതാത്ത രക്തം, നീതിമാന്റെ രക്തം, നിഷ്കളങ്ക രക്തം വീണതോടുകൂടി ദൈവകോപം തീർന്നു. ആരോടുള്ളത്? മനുഷ്യവംശത്തോടുള്ള ദൈവകോപം തീർന്നു. 1 പത്രോസിന്റെ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കും പ്രകാരം എന്ത് ചെയ്തെന്നറിയാമോ? ആദാം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് എന്താ? നഷ്ടപ്പെട്ടത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തോന്നുന്നു. ആദാമിൽ നിന്ന് എടുത്തു മാറ്റിവെച്ച ആ തേജസ്, കർത്താവിന് സ്തോത്രം, പാപപരിഹാര യാഗം കഴിച്ച് ദൈവകോപം അടങ്ങിയതോടുകൂടി ഈ തേജസ് എടുത്ത് ആർക്ക് കൊടുത്തു? കർത്താവിന്. അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. നാമോ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമുക്ക് വേണ്ടി അത് വീണ്ടെടുത്ത് തന്ന കർത്താവ്, നമുക്ക് വേണ്ടി അത് വീണ്ടെടുത്ത് തന്നവൻ ഇന്നും സഭാമധ്യേ വ്യാപരിക്കുന്നല്ലോ. ഈ സഭയ്ക്ക് അടിസ്ഥാനവും തലയും അവനാണല്ലോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ,
അതെ, കാണാൻ ആഗ്രഹിച്ച് തങ്ങളുടെ കണ്ണുകളെ സൂക്ഷിച്ച്, കൈകളെ സൂക്ഷിച്ച്, ഹൃദയത്തെ സൂക്ഷിച്ച് അത് കാണാൻ കാത്തിരുന്ന് യാത്ര ചെയ്യുന്നവരാണ് വിശ്വാസികൾ. ദൈവഭക്തന്മാർ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വചനം പറയുന്നത്, അവിടെ നിന്നുകൊണ്ട് ഒരു ദിവസം പറയുമെന്നാണ്. എന്താ? ഞാൻ കേട്ടതുപോലെ തന്നെ. വാക്യം 49 സങ്കീർത്തനം ഒന്ന് വായിച്ച്. വേറൊരു വിഷയത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 48 സങ്കീർത്തനം 48 നാം കേട്ടതുപോലെ തന്നെ. അതായത് എവിടെ വെച്ചാ കേട്ടത്? എവിടെ വെച്ചാ ലോകത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ? ഇപ്പോൾ കേട്ടത് എന്താ? നമ്മൾ ചെല്ലുമ്പോൾ നീ അത് ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഏറ്റവും ആദ്യം കാണുന്നത് എന്താ? ഗോപുരം കഴിഞ്ഞാൽ ചൂള എവിടെയാ? യെരുശലേം നഗരത്തിൽ. ചൂള കഴിഞ്ഞാൽ തീ എവിടെയാ? സിയോൻ പർവ്വതത്തിൽ. അത് കഴിഞ്ഞാൽ മേളിൽ കയറി ചെന്നാലോ? കൂടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ അവിടെ ആരിയിരിക്കുന്നു? നീതിസൂര്യനായ കർത്താവ് ഇരിക്കുന്നു. അഗ്നിജ്വാല. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് അങ്ങോട്ട് കിടക്കും. ഇവിടുന്ന് ഒരാൾ കപ്പൽ കാണാൻ പോകുന്നതിന് കൊച്ചിക്ക് പോയപ്പോൾ പറഞ്ഞു വിട്ട്, ഇവിടെ കപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കേട്ടോ. അതിൻ്റെ പൊക്കം എന്നതാ, വീതി എന്നതാ, കളർ എന്നതാ, അത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ക്രെയിനൊക്കെ ഉണ്ട്. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് പോവാം. ചേട്ടനും അനിയനും കൂടെ പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അനിയൻ പറയാം, ചേട്ടൻ പറഞ്ഞതുപോലെ ക്രെയിൻ, ചേട്ടൻ പറഞ്ഞതുപോലെ സാധനങ്ങൾ അട്ടി വെച്ചിരിക്കുന്നു. ഓരോന്ന് ഇത് കാണുന്നതിന് മുമ്പ് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവന് മുമ്പ് ആര് എതിരുണ്ട്? ജ്യേഷ്ഠൻ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ ആരാ എന്ന് പറഞ്ഞു മറന്നുപോയി. അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ ആരാ എന്ന് പറഞ്ഞല്ലോ? നമ്മുടെ ദൈവവും നമ്മുടെ ഗുരുവും നമ്മുടെ പിതാവും നമ്മുടെ ജ്യേഷ്ഠനും എല്ലാം ആരാ? യേശുവാണ്. ആ യേശു മൂത്ത ജ്യേഷ്ഠനായിട്ട് നിന്നുകൊണ്ട് സഹോദരങ്ങളെ, അനിയന്മാരെ, അനിയത്തിമാരെ പഠിപ്പിക്കുക, കേൾപ്പിക്കുക. അതുതന്നെ എന്ന് കേട്ടത്. നാളെ ഈ വചനപ്രകാരം 48 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യപ്രകാരം നാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്രകാരം പറയും, ദൈവമേ, ഞാൻ കേട്ടതുപോലെ തന്നെ ഏറ്റവും ആദ്യം കാണുന്നു. എന്ത് കാണുന്നു? പറ. ഗോപുരം കാണുന്നു. അകത്തേക്ക് കിടന്നു. ഞാൻ കേട്ടതുപോലെ തന്നെ എന്ത് കാണുന്നു? ചൂള കാണുന്നു. വീണ്ടും പർവ്വതത്തിലേക്ക് കിടന്നു. ഞാൻ കേട്ടതുപോലെ തന്നെ, നമ്മൾ കേട്ടതുപോലെ തന്നെയാണല്ലോടാ. തീ കാണുന്നു. രംഗം മാറി കൂടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് ആ സമയമാണ്
ക്രിസ്തുയേശുവിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ താരതമ്യമാണ് അവിടെ. താരതമ്യം. ഇങ്ങനെ പറഞ്ഞാൽ അവൻ ഏറ്റവും വലിയ പദവിയിലാണ്. എങ്ങനെ? ഞാൻ എന്ത് ഗ്രഹിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ കർത്താവ്. ഞാൻ എന്താണ് എൻ്റെ ഹൃദയത്തിൽ പ്രാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ കർത്താവിനെ കണ്ട്. അങ്ങനെ പറയുന്നവർക്ക് അവരാണ് ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിൽ. അല്ലെങ്കിൽ പ്രസംഗങ്ങളും പഠിത്തങ്ങളും പഠിപ്പിക്കലും പുസ്തകങ്ങളും ഉപദേശങ്ങളും എല്ലാം ധാരാളമാണ്. കേൾക്കണം, ഓരോ പഠനങ്ങൾ കേൾക്കണം. ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ ഇത്രയും ഇരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഒരു ചിത്രം കിട്ടിയില്ലേ? അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് ഏറ്റവും ആദ്യം കാണുന്നത് ഗോപുരം അകത്തേക്ക് കിടന്നു, ചൂള അത് കഴിഞ്ഞു, തീ കഴിഞ്ഞു, കൂടാരത്തിനകത്ത് കിടന്നു, സിംഹാസനം, കൃപാസനം, അവിടെ ഒരാൾ ഇരിക്കുന്നു. നമ്മുടെ കർത്താവ്, നമ്മുടെ മൂത്ത സഹോദരൻ അവനാണ് കൈ പിടിച്ച് നമ്മളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. നീ എന്താ അകന്ന് നിൽക്കുന്നേ? നമ്മൾ ലാഭം പറഞ്ഞതുപോലെ യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക. എന്തിനു പുറത്തു നിൽക്കുന്നു? കരം പിടിച്ച് അവൻ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഒരു കാര്യം പറയും. ആ വാക്കൊന്ന് പറയാമോ? ഒരു സമ്മാനം. അവൻ കരം പിടിച്ച് ഈ കൂടാരത്തിൻ്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി അവിടെ ഇരുത്തുമ്പോൾ ഒരു കാര്യം പറയും. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. കർത്താവിന് സ്തോത്രം. കരം പിടിച്ച് അകത്തേക്ക് കയറ്റി അവിടെ കൊണ്ടുപോയി ഇരുത്തും. അന്ന് പറയും, എൻ്റെ ഹൃദയത്തിൽ കടലാസിൽ മഷി കൊണ്ടല്ല, പിന്നെയോ ഹൃദയമെന്ന മാംസമലയിൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് എഴുതി തന്നത് അങ്ങനെ തന്നെ ഇന്ന് ഞാൻ കാണുന്നല്ലോ കർത്താവേ. ജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനെ കാണാൻ ആർക്ക് കഴിയും? കഴിയുന്നവരുണ്ട്. ഒരു കൂട്ടം ജനമുണ്ട്. ദൈവസഭയിൽ കൂടി ഈ പരിജ്ഞാനം പ്രാപിച്ച് ഹൃദയത്തിൽ സ്വർഗീയ സിയോനിൽ എങ്ങനെ കർത്താവ് ഇരിക്കുന്നുവോ ഒരു കണ്ണാടിയിൽ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വായിച്ചാൽ മതി, ഇനി സമയമില്ല. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത് പോലെ, കർത്താവിൻ്റെ മുഖത്തെ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന പോലെ നാം ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ആ സിംഹാസനത്തിലേക്ക് കരം പിടിച്ചു കൊണ്ടുവന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ചോദിക്കാം, ക്വസ്റ്റ്യൻ മാർക്കാണ് സഭയുടെ മുമ്പാകെ. ആരിതിന് പ്രാപ്തൻ? ആര് ഗോപുരത്തിൽ കൂടി കിടക്കും? ആര് ചൂളയെ അതിജീവിക്കും? ആര് ഈ പർവ്വതത്തിലെ തീയെ അതിജീവിക്കും? ഈ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുത്ത് ആര് നിൽക്കും? നിൽക്കുന്നവരുണ്ട്. ഇന്നും ഒരു ചെറിയ തെറ്റുപോലും ചെയ്താൽ വെറുതെ വിടാതെ അവരെ ബാലശിക്ഷ നൽകി സുവിശേഷം മുഖാന്തരം തൻ്റെ മഹത്വം പ്രാപിപ്പാൻ, സുവിശേഷം മുഖാന്തരം യേശു എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ആരുടെ മഹത്വം പ്രാപിപ്പാനാ? യേശുവിന് എന്ത് മഹത്വം കിട്ടിയോ അത് തന്നെ പ്രാപിപ്പാൻ കർത്താവ് ബാലശിക്ഷ നൽകി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കൂട്ടമുണ്ട്. അതാണ് സത്യസഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം. കർത്താവിന് സ്തോത്രം. നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അതിനാണ്. ഇന്നും ലോകത്തിന് മുമ്പാകെ ചോദ്യമാണ്, ജഡപ്രകാരമുള്ള ചോദ്യമാണ്. ഈ സൂത്രയെല്ലാം നിങ്ങൾ നക്ഷത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോയി എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ സൂര്യനിൽ പോകാത്ത? ഉത്തരം അവരോട് ചോദിച്ചറിയാം. നമ്മളോട് ചോദിക്കുന്നത് അതല്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഏലിയാവ് സ്വർഗത്തിൽ പോയെന്ന് പറയുന്നുണ്ട്. ഏലിയാവിനെ എടുത്ത സ്വർഗത്തിലേക്ക് തന്നെയാണ്, കാരണം ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് എടുക്കുന്നതാണ്. ആനോക്ക് പോയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ആര് പോകും? എവിടെ? ഈ നിത്യദഹനങ്ങളുടെ അടുക്കൽ ആര് പോകും? പോകാനുള്ളവരായിരിക്കുന്നു. അതിനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്.
അതിനാണ് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 15-ാം സങ്കീർത്തനത്തോട് ചേർത്ത് യെശയ്യാ പ്രവചനം 33-ാം അധ്യായം പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഉപദേശിച്ചു കൊടുക്കണം. അപ്പോഴറിയാം, അതിൽ കൂടി കടന്നു പോകുമ്പോഴറിയാം ഇത് എത്രമാത്രം ഇത് പവിത്രമാണെന്നും ഒരു മനുഷ്യന് എത്രമാത്രം സൂക്ഷ്മതയോടെ ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. ക്ലിയറായിട്ട് ദൈവാത്മാവിൽ ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഇത് ഇടുന്നുവെങ്കിൽ അവന് വേറൊരു ചിന്ത ഉണ്ടാവില്ല. ഈ ഏതെങ്കിലും തരത്തിൽ അവൻ തെറ്റിപ്പോയാലും നാളെ 22-ാം സങ്കീർത്തനം പറയുന്നത് പലരും ഓർത്ത് യഹോവയിലേക്ക് തിരിയും. എങ്ങനെ തിരിയും? ഓർത്ത്. ഇങ്ങനെ അവൻ തെറ്റി അങ്ങോട്ട് എല്ലാം പോയിരുന്നാലും അവസാനം ചെയ്യും ഓർക്ക്, ഞാൻ പഠിച്ചത് എൻ്റെ ചെറുപ്പത്തിൽ, ഞാൻ ശിശുവായിരിക്കും, ഞാൻ ബാലനായിരിക്കുമ്പോൾ എന്നെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച ആ വചനം അയ്യോ അത് എത്ര ശ്രേഷ്ഠമാണ്. വഴി നിൽക്കും, അവൻ തിരിയും. ഓർത്ത് യഹോവയിലേക്ക് തിരിയും. ദൈവസഭ ഏത് വഴിക്കും തിരിയട്ടെ, പക്ഷേ ദൈവം കണ്ട ഹൃദയം തിരിയും. ഓർക്കും, തിരിയും, ദൈവത്തിലേക്ക് വരും. ആ ശ്രേഷ്ഠമായ പദവിയെ പ്രാപിക്കും. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കും പ്രകാരം നമുക്ക് ആ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ പ്രാർത്ഥന.